ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും സ്ഥിരമായി ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ കൂടിയാണ്. നമുക്ക് പലപ്പോഴും സംസാരിക്കുന്നതിനിടയിൽ, ചിലപ്പോൾ ജോലി ചെയ്യുന്നതിനിടയിൽ, ലൈഫിൽ തന്നെ പലപ്പോഴും സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടാറുണ്ട്. പലപ്പോഴും പെട്ടെന്ന് അരിശം വരികയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ അവസരങ്ങൾ. ചില ആളുകളെല്ലാം എല്ലാ മണിക്കൂറിലും പൊട്ടിത്തെറിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് ഒരുപക്ഷെ മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടിയായിരിക്കും. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരുപാട് വിഷമം വരുമ്പോൾ, ഒരുപാട് അരിശം വരുമ്പോൾ, സ്ട്രെസ്സിലാവുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെൽഫ് കൺട്രോൾ മെക്കാനിസംസ് ഉണ്ട്. ഇത് 4 B's എന്നാണ് അറിയപ്പെടുന്നത്. 4 Bകൾ ചെയ്താൽ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 4 ആക്ടിവിറ്റീസ് ചെയ്താൽ നമുക്ക് എപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രഷറൈസ് ആവുന്നു എന്നൊക്കെ തോന്നിയാലും നമുക്ക് അതൊന്ന് കൺട്രോളിൽ വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഈ 4 Bകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ B എന്ന് പറയുന്നത് ബ്രേക്സ് ആണ്. സാധാരണഗതിയിൽ നമ്മുടെ ഒരു സെൽഫ് കൺട്രോളിന് ഇങ്ങനെ റൈസ് ചെയ്തു വരുന്ന ആ ബ്ലഡ് പ്രഷറിന് ഒരു ബ്രേക്ക് ഇടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊരു ചെറിയ ഇൻ്റർവെൽ കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ഒരു ഇമോഷൻസ് കുറച്ചൊന്ന് തണുത്തു പോകുന്നത് നമുക്ക് കാണാം. അത് ഹാൻഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രേക്കാണ്. ഇതൊരു ഹാൻഡ് ബ്രേക്കാണ്. നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വന്നിരിക്കുന്ന, ഭയങ്കര സ്ട്രെസ്സിൽ ഒക്കെ നിൽക്കുന്ന അവസരത്തിലാണെങ്കിൽ നിങ്ങളുടെ ഈ 2 കൈകളും അതിശക്തമായി അമർത്തിപ്പിടിക്കുക. നല്ല ശക്തമായി അമർത്തിപ്പിടിക്കുക. ഇത് വേണമെങ്കിൽ കുറച്ചൊന്ന് റിലീസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി അമർത്തിപ്പിടിക്കുക. ഇതൊരു 6 തവണ നിങ്ങൾ ചെയ്തു നോക്കുക. നല്ല ശക്തമായിട്ട് ചെയ്യുക. നല്ല ഫേമായിട്ട്, ടൈറ്റായിട്ട് ഒരു 10-12 സെക്കൻഡ് വേണമെങ്കിൽ നിങ്ങൾക്കത് പിടിക്കാം. എന്നിട്ട് പതുക്കെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ബ്രേക്കിംഗ് എക്സസൈസാണ്. ബേസിക്കലി നമ്മളുടെ ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസിനെ ഒരല്പം ഒന്ന് താഴേക്ക് കൊണ്ടുവരാനും നമുക്കൊരു കൺട്രോൾ നമ്മളിൽ തന്നെ കിട്ടാനും നമ്മൾ തന്നെ നമ്മളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഫീൽ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന നമ്മളുടെ ഒരു ഹാൻഡ് ബ്രേക്കിംഗ് എക്സസൈസാണ് ഇത്. ഇത് വളരെ എക്സൈറ്റിംഗ് ആണ് പലപ്പോഴും. അപ്പോൾ ഇത്തരമൊരു എക്സസൈസാണ് ഏറ്റവും ആദ്യത്തെ ഭാഗത്ത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ B എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ബ്രീത്തിങ് എക്സസൈസാണ്. ബ്രീത്തിങ് എന്ന് പറയുമ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ഇമോഷൻസൊക്കെ കൈവിട്ട് പോകുന്ന സമയത്ത് നമ്മളോട് ഒരു ഡീപ്പ് ബ്രീത്തിനും ഡീപ്പ് ബ്രീത്ത് ഔട്ടും എടുക്കാനായിട്ട് പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുന്നത്, അപ്പോൾ രണ്ടാമത്തെ ബ്രീത്താണ് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുന്നത്. കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഡീപ്പ് ബ്രീത്ത് ഇൻ എടുക്കുക. ഒപ്പം തന്നെ ഒരു ഡീപ്പ് ബ്രീത്ത് ഔട്ട്. ഇത് ഏകദേശം 6 തവണ ചെയ്യാം. വേണമെങ്കിൽ ഒരു 12 തവണ വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഡീപ്പ് ബ്രീത്തിനും ഡീപ്പ് ബ്രീത്ത് ഔട്ടും നിങ്ങളെ ഒരുപാട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പതുക്കെ കൊണ്ടുപോകും. വളരെ എക്സൈറ്റിംഗ് ആണ് ഇത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഹാൻഡ്സ് വെച്ചുകൊണ്ട് ഉള്ള ഒരു എക്സസൈസ് ചെയ്തു. രണ്ടാമത് നമ്മളുടെ ബ്രീത്ത് വെച്ചുകൊണ്ടുള്ള എക്സസൈസ് ചെയ്തു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രെയിൻ വെച്ചുകൊണ്ടാണ്. പലപ്പോഴും ബ്രെയിനിലേക്കാണ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളും ആ പ്രോസസ്സിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്രെയിനെ കാം ഡൗൺ ചെയ്യിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബ്രെയിനെ കാം ചെയ്യിക്കാനുള്ള ഒരു പോസ്ചർ ആണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഇങ്ങനെ ഹെഡിന് ഒരു സപ്പോർട്ട് കൊടുത്ത് നിൽക്കാറുണ്ട്. വലിയ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഹെഡിന് സപ്പോർട്ട് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ബ്രെയിനിന് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷൻ കൊടുക്കുന്നതിന് തുല്യമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം, ഇങ്ങനെ ഹെഡിനെ സപ്പോർട്ട് ചെയ്യാം. ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും ഇത് കുറച്ച് നേരം നിങ്ങൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ, കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹെഡിനൊരു സപ്പോർട്ട് കിട്ടുന്നതായിട്ടും നിങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ചെറിയൊരു റിലീഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത് ബ്രെയിനുള്ള മൂന്നാമത്തെ B എന്ന് പറയുന്നത് ബ്രെയിനുള്ള ഒരു കാംനെസ് എക്സസൈസാണ്. നാലാമത്തെ B എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിക്കുള്ള, നമ്മളുടെ ശരീരത്തിന് വേണ്ടിയുള്ള ഒരു കാംനെസ് എക്സസൈസാണ്. ഈ 4ഉം ഒരുമിച്ച് ചെയ്താൽ വളരെ നല്ലത്. നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സെൽഫ് കൺട്രോൾ ഉള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. നാലാമത്തെ നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു B ആണ്. ആൻഡ് ദാറ്റ് ഈസ് വെരി സിമ്പിൾ. അത് നമ്മളെ തന്നെ ഹഗ് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. ഇങ്ങനെ ശക്തമായി നമ്മളെ തന്നെ ഹഗ് ചെയ്യുക, കെട്ടിപ്പിടിക്കുക, നമ്മളുടെ ബോഡിയെ നമ്മൾ തന്നെ വാരിപ്പുണരുക, നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്
നമ്മൾക്ക് ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുന്നു, നമ്മളുടെ കൂടെ നമ്മൾ തനിച്ചല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുന്നു. നിങ്ങൾ ആ ഡിസ്ട്രസ്സിൽ നിന്ന്, നിങ്ങളുടെ വളരെ വിഷമകരമായ ഇമോഷൻസിൽ നിന്ന് നിങ്ങൾ പതിയെ പതിയെ പുറത്തേക്ക് വരാൻ ആരംഭിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു 4 സ്റ്റെപ്പ് എക്സസൈസാണ്. ഈ 4 സ്റ്റെപ്സിലൂടെ ആർക്ക് വേണമെങ്കിൽ ഒരു സെൽഫ് കൺട്രോളിലേക്ക് വരാവുന്നതാണ്. കാരണം പലപ്പോഴും നമ്മളുടെ മനസ്സ് നമ്മളുടെ ആക്ഷൻസുമായി, ഫിസിക്കൽ ആക്ഷൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള ആക്ഷൻസ് കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ കുറച്ചുകൂടി കൂളാക്കി എടുക്കാവുന്നതാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ദൂരം അതിശക്തമായി നല്ല സ്പീഡിൽ ഓടാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡെസ്പറേഷൻ കുറയുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ടിവിറ്റി പലപ്പോഴും നമ്മളുടെ മെൻ്റലായിട്ടുള്ള ഡിപ്രസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയെ കുറച്ചുകൂടി ഒന്ന് ഉണർത്തുകയും അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനി മുതൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരു സെൽഫ് കൺട്രോൾ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ ഫിസിക്കലി കുറച്ച് ആക്റ്റീവ് ആവുക. ആദ്യം ഈ കംനസ് 4B എക്സസൈസ് ചെയ്യുക. അതിനുശേഷം ഫിസിക്കലി ആക്റ്റീവ് ആവുക, ഒന്ന് ഓടാൻ ശ്രമിക്കുക, കൈയും കാലും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, എണീക്കുക, ഇരിക്കുക, എണീക്കുക, ഇരിക്കുക. അപ്പോൾ പലപ്പോഴും ഇരിക്കുന്ന പോസ്ചറൊക്കെയാണ് നമ്മളെ ഭയങ്കര ഡിപ്രസീവ് ആക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ഡിപ്രഷൻ വരുന്ന സമയത്ത് കൂടുതലും നിങ്ങൾക്ക് തല കുനിച്ച് ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കമിഴ്ന്ന് കിടക്കുകയായിരിക്കും. ഈ 2 പോസ്ചറും നമ്മളെ ഡിപ്രഷൻ കൂട്ടാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എണീക്കാനും നടക്കാനും ഓടാനും ഒക്കെ ശ്രമിക്കുക. സോ ദാറ്റ് നിങ്ങൾ കുറച്ചുകൂടി ആക്ടിവേറ്റ് ആവുകയും നിങ്ങളുടെ ഇമോഷൻസ് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. എന്തായാലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ കരിയറിലും ലൈഫിലുമൊക്കെ ഇത് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.